വാച്ച് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വാച്ചിൻ്റെ ഡയൽ. ഇതിന് ഡിജിറ്റൽ ക്രൗൺ എന്ന് പറയും. ചാർജർ ഇതാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. കട്ട് ചെയ്യും. നമ്മൾ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ജസ്റ്റ് ഫോൺ ഇവിടെ ചാർജ് ചെയ്യുക, ഇവിടെ വെച്ചാൽ മതി. ഡയലിൻ്റെ ഫോണിൻ്റെ ഡയൽ ഇവിടെ വെച്ചാൽ മതി. ഒരു 5 minutes ടൈം എടുക്കും. ആ സമയത്ത് നമുക്ക് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കാം. അതിൽ ആപ്പിൾ വാച്ച് എസ് ആണ് ഇപ്പോൾ മാഡം പർച്ചേസ് ചെയ്തിരിക്കുന്നത്.
അതിൻ്റെ തന്നെ സൈസ് വരുമ്പോൾ 2 സൈസാണ് വരുന്നത്, 40mm 44. സെയിം സീരീസ് 6 പോലെ തന്നെ സെയിം സൈസ് തന്നെ വരുന്നത്. ആകെയുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ആപ്പിൾ വാച്ച് സീരീസ് 6 ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആയിരിക്കും, ഇത് ഓൾവേസ് ഓൺ അല്ല. പിന്നെ ഇതിൻ്റെ ചിപ്സെറ്റ് വരുമ്പോൾ S5 ആയിരിക്കും, 6ൽ വരുന്നത് S6 ആണ്. പിന്നെ സീരീസ് 6-ലാകുമ്പോൾ ബ്ലഡ് ഓക്സിജൻ ലെവൽ അറിയാൻ പറ്റും, പിന്നെ നമുക്ക് ECG അറിയാൻ പറ്റും. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേസും കാര്യങ്ങളായതുകൊണ്ട് പിന്നെ കുറച്ച് പെർഫോമൻസ് കൂടുതലായിരിക്കും, 20% ഫാസ്റ്റ് ആയിരിക്കും. ഇതൊക്കെയാണ് ഡിഫറൻസ് മെയിൻ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 29,900, 29,900 GPS. ഞാൻ ആപ്പിൾ വാച്ച് സീരീസ് 3 ആയിരുന്നു എടുക്കാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ എന്റെ ഫ്രണ്ട് അക്ബറാണ് പറഞ്ഞത് SC എടുത്താൽ മതി, കാരണം SCക്ക് സീരീസ് 3 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. അപ്പൊ അതിന്റെ ആ ഫീച്ചേഴ്സും അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അക്ബർ പറഞ്ഞു തരും. ആപ്പിൾ വാച്ച് SCയും സീരീസ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സൈസ് ആയിരിക്കും. സീരീസ് 3 വരുമ്പോൾ 38mm 42mm വരുന്നത്. സീരീസ് SC വരുമ്പോൾ 44mm 40mm ആയിരിക്കും വരുന്നത്. അതായത് സീരീസ് 3-നേക്കാൾ 30% ലാർജർ ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. ഇത് രണ്ടും 50 മീറ്ററാണ്, അപ് ടു 50 മീറ്ററാണ് സിംപ്രൂഫ് വരുന്നത്. അഡീഷണൽ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ഈ 2 മോഡലും ഹാർട്ട് റേറ്റും കാര്യങ്ങളും അറിയാം, SOS ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ SCയിലാവുമ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാവും, ഇന്റർനാഷണൽ എമർജൻസി കോളിംഗ്, ഫോൾ ഡിറ്റക്ഷൻ, കോമ്പസ്, ഓൾവേസ് ഓൺ അൾട്ടിമീറ്റർ ഒക്കെ വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഡിസ്പ്ലേ വെച്ച് നോക്കിയാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സീരീസ് 6 പോലെ തന്നെ ഇരിക്കും, ഓൾമോസ്റ്റ് ആ സൈസ് തന്നെ വരുന്നത്, 44mm. എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറയാനായിട്ട് കളേഴ്സ് ആണെങ്കിലും സീരീസ് 3 ഇപ്പോൾ വരുന്നത് സിൽവറും സ്പേസ് ഗ്രേ, SCയിൽ വരുമ്പോൾ സിൽവർ, സ്പേസ് ഗ്രേ, ഗോൾഡും വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഹെൽത്ത് ആൻഡ് വെൽനെസ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എമർജൻസി SOS, ഇന്റർനാഷണൽ എമർജൻസി കോളിംഗ്, ഫോൾ ഡിറ്റക്ഷൻ, നോയ്സ് മോണിറ്ററിംഗ് അതൊക്കെ വരുന്നുണ്ട്. ഈ നോയ്സ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ആപ്പിൾ വാച്ച് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും സീരീസ് 3 വെച്ച് നോക്കുമ്പോൾ SC തന്നെയായിരിക്കും ബെറ്റർ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട് അക്ബറിന്റെ നമ്പർ ഞാൻ താഴെ ലിങ്കിൽ ചെയ്യാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഇതിന്റെ എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്ബറിനെ വിളിച്ചാൽ മതി, ഡീറ്റെയിൽസ് അക്ബർ പറഞ്ഞുതരും. അപ്പം എനിക്ക് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്തെന്ന് എന്റെ ഫ്രണ്ട് അക്ബറിന് ഒരുപാട് താങ്ക്സ്. ഇനി അക്ബറിന് എന്താ പറയാനുള്ളത്? നമുക്ക് ആപ്പിൾ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രൊഡക്ട്സിനെ കുറിച്ച് ഡൗട്ടോ എന്തെങ്കിലും ഓഫേഴ്സിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് മാഡം ഇതിൽ ചേർക്കുന്നതായിരിക്കും. എന്റെ ഡൗട്ടോ ഇഷ്യൂസോ ഓഫേഴ്സിനെ കുറിച്ച് ആണെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.